ഹലോ, നമുക്കിന്ന് ഈവനിങ് വ്ളോഗിൻ്റെ പാർട്ട് 2 കാണാം കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എനിക്ക് 2-3 ആപ്പിൾ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയിട്ട് അത് കഴിക്കുകയാണ്. ഞാനിപ്പോൾ ഡയറ്റിങ്ങിലാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പാണ്. പച്ചക്കറികളും പഴങ്ങളും മാത്രമാണ് കഴിക്കണത്. ഈ സമയത്ത് എന്തോ ഏട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഏട്ടൻ കുനിഞ്ഞ് വന്നിട്ട് ആപ്പിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. എൻ്റെ നിന്ന് എടുത്തിട്ട് ക്യാമറയിൽ ആളെന്നെ കാണരുതെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനും മോനും കൂടിയിട്ട് കളിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്കൊരു കൊറിയർ വന്നു. ഞാൻ 2 ബെഡ് റെയിൽ ഉണ്ണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു പണി കിട്ടി ഗൈസ്. കാരണം ഒരു ബെഡ് റെയിലിൽ എല്ലാ ആക്സസറീസും ഉണ്ട്, മറ്റേ ബെഡ് റെയിൽ 2-3 ആക്സസറീസ് മിസ്സിങ് ആണ്. അതുകൊണ്ട് നമ്മളത് റിട്ടേൺ ആക്കി. ഞങ്ങൾക്കിത് വളരെ അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. കാരണം ഞാനും ഏട്ടനും ഉണ്ണി മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉണ്ണിനെ നോക്കാൻ ആരുമില്ല. ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വേണം നോക്കണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്. കാരണം അവനെ ഇതിൽ വെച്ചിട്ട് എനിക്ക് എവിടേക്കേലും പോകണമെങ്കിൽ ഒന്ന് പോവാമല്ലോ, സേഫായിട്ട് അവ അവിടെ ഇരിക്കും. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്തേലും പറ്റുമോ വീഴുമോ എന്നങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചിട്ട് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പോലും ഞാൻ പോവാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കറി വയ്ക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കറി വയ്ക്കാൻ പോണ ടൈം നിങ്ങൾ കാണണം. പുലർച്ചെ 12:42 ഞാൻ കറി വയ്ക്കാൻ പോണ ടൈം കാണണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉണ്ണീനെ ഉറക്കും. കിച്ചണിലെത്തുമ്പോഴേക്കും അവൻ പിന്നെ എഴുന്നേക്കും. പിന്നെ ഞാൻ ഉറക്കും. കിച്ചണിലെത്തുമ്പോഴേക്കും പിന്നെ എഴുന്നേക്കും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത്, ഇനി അവൻ ഉണരുകയാണെങ്കിൽ ഏട്ടനോട് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെയും ഞാൻ കിച്ചണിലെത്തിയിട്ട് പണിയെടുക്കുമ്പോഴേക്കും അവൻ എഴുന്നേറ്റു. ലാസ്റ്റ് ഏട്ടൻ അവനെ നോക്കി. ആ സമയമാകുമ്പോഴേക്കും ഞാൻ കറി വെച്ചു. ഇപ്പോൾ ഞാൻ കറി വെക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും മസാല കുറച്ച് കൂടിപ്പോയി. ഞാൻ ലാസ്റ്റ് അത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ണം എടുത്തിട്ട് കറി വെച്ചു. ഇത് കിങ് ഫിഷാണ്. കിങ് ഫിഷ് കറിയാണ് ഞാൻ വെക്കണത്. തേങ്ങ അരച്ചിട്ടാണ് ഞാൻ വെക്കണത്. എനിക്ക് തേങ്ങ അരച്ച കറി അത്രയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓക്കെ തേങ്ങ അരച്ച കറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തേങ്ങ അരച്ച കറി വെച്ചു. ലാസ്റ്റ് ഉള്ളി വഴറ്റിയിട്ട് ഞാൻ ഇട്ടു. ഞങ്ങളവിടെ ഉള്ളി വഴറ്റുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുകയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 2-3 കഷ്ണം എടുത്തിട്ട് ഞാൻ വറുത്തു. ഈ സമയമാകുമ്പോഴേക്കും അച്ഛനും മോനും കൂടിയിട്ട് അവിടെ ഭയങ്കര ബഹളമാണ്. കാരണം രാത്രിയല്ലേ, ആൾക്ക് ഭയങ്കര വാശിയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എപ്പോഴും അടുത്ത് വേണം. ഈ സമയമാകുമ്പോഴേക്കും കരച്ചിലൊക്കെ തുടങ്ങും. അപ്പോൾ ഇതാണ് ഫുഡ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. കാരണം ഇവനെ നോക്കാൻ ആരില്ലാത്ത കാരണം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇവൻ കിടന്നുറങ്ങിയിട്ട് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും ഇങ്ങനെ പോകണു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.